ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തെക്കുറിച്ചാണ്. കേരള PSC നടത്തുന്ന എല്ലാ എക്സാംസിലും ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഭാഗത്തു നിന്ന് പഠിച്ചിട്ട് പോകണം. മാക്സിമം റിവിഷൻ ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ. ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ. സെക്കൻഡ് വൺ: ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചതാരെ? സുഭാഷ് ചന്ദ്രബോസിനെ. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് ആരുടെ വാക്കുകളാണ്? DS കോത്തേരി. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് ആരുടെ വാക്കുകളാണ്? DS കോത്തേരി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവാണ് റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന് പിതാവ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് വിശേഷിപ്പിച്ചത് DS കോത്തേരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെച്ച വർഷം 1931. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെച്ച വർഷം 1931. താങ്ക് യു.